ഇപ്പൊ അയാൾക്ക് വേണ്ടി കീജെ വിളിക്കുന്നവരെല്ലാം അയാളുടെ പണത്തിന് വേണ്ടിയാണ്, അയാളുടെ സ്വാധീനത്തിന് വേണ്ടി ആണ്. ഈ അയാൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെല്ലാം അതിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നവരാണ്. ആ പണം ഇല്ലാതായി കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് പൊക്കോളും, അത്രേ ഉള്ളൂ. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇപ്പോൾ ഇതിന് ശേഷമുള്ള ദിലീപിന്റെ പ്രതികരണം ഒരുപക്ഷെ താങ്കൾ ടെലിവിഷനിൽ കണ്ടു കാണും. ഇല്ലെങ്കിൽ അതിൽ ഒരു ഭാഗം ഞാൻ പറയാം. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും അവർ തെരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസ് സംഘവും ഇത് തനിക്കെതിരെ കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസ്, ഒരു ഗൂഢാലോചന, ഒരു കള്ളക്കഥ, അത് കോടതി മുൻപാകെ തകർന്നു വീണിരിക്കുന്നു എന്നാണ്. മാത്രമല്ല മഞ്ജു വാര്യരെ ദിലീപ് ഇന്നത്തെ പ്രതികരണത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. മഞ്ജു പറഞ്ഞതിന് ശേഷമാണ് ഇതിലെ ക്രിമിനൽ ഗൂഢാലോചന, ക്രിമിനൽ കോൺസ്പിറസി എന്നൊരു ഭാഗം ഈ കേസിലേക്ക് വരുന്നത് എന്നാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ കേരളത്തിൽ ഈ രാജ്യത്ത് മറ്റേത് സംസ്ഥാനം വേണമെങ്കിലും പറയൂ, ഈ കേരളത്തിൽ വെറും ഒരു കൂലിപ്പണിക്കാരനെ പോലും അനാവശ്യമായിട്ട് ഒരു ലോക്കപ്പിൽ ഇടാൻ ഇവിടെ പറ്റില്ല. പൊതുജനം വെറുതെ ഇരിക്കില്ല, ഇവിടെയുള്ള മാധ്യമങ്ങൾ വെറുതെ ഇരിക്കില്ല. ആ ഒരു സംസ്ഥാനത്ത് ഇത്രയധികം സാമ്പത്തികമായും സാമൂഹികമായും തന്റെ തൊഴിൽ രംഗത്തും സ്വാധീനമുള്ള ഒരാളെ, മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ കുറച്ച് പോലീസുകാർ ചേർന്ന് അയാളെ അറസ്റ്റ് ചെയ്തിട്ട് 85 ദിവസം. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇയാളെ അറസ്റ്റ് ചെയ്തപ്പോ കോടതിയിൽ കൊണ്ടുപോയി ഇയാള് ജാമ്യം തരാൻ വേണ്ടി ഇയാൾ അപേക്ഷിച്ചപ്പോ 3 കോടതിയും തള്ളിയല്ലോ. അപ്പൊ ആ 3 കോടതിയും ഇയാളെ അകത്താക്കാനുള്ള ഗൂഢാലോചനയിൽ ഈ പോലീസ് അധികാരികളോടൊപ്പം പങ്കുചേർന്നിരുന്നോ? ഈ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്, അവർ നടത്തിയ ഗൂഢാലോചനയാണ്, മഞ്ജു വാര്യർ നടത്തിയ ഗൂഢാലോചനയാണെങ്കിൽ അയാളുടെ 3 തവണ അയാളുടെ ജാമ്യം നിഷേധിച്ച കോടതിയും ഇതിനോടൊപ്പം ആയിരുന്നോ എന്നുകൂടി ഇന്നും അയാൾ പ്രതി തന്നെയാണ്, പ്രതിയായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ആ പ്രതി അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഒരാളെ 85, 1-2 ദിവസമല്ല, 85 ദിവസമാണ് അകത്തിട്ടത്. ഈ 85 ദിവസം ഒരാളെ അകത്തിടുക എന്ന് പറയുന്നത് ഒരു തെളിവുമില്ലാതെ അങ്ങനെ ഒരാളെ ഈ രാജ്യത്ത് നടക്കില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കില്ല. അപ്പോ അയാൾ കുറ്റം ചെയ്തു എന്നുള്ളത് അയാൾക്കും നന്നായിട്ട് അറിയാം, അതറിയേണ്ട ചിലർക്കും അറിയാം. പക്ഷേ കണ്ണടച്ച് ഇരുട്ടാക്കുന്നു.